അയൂമി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. യുമിനിയുടെ മുടിയാണെങ്കിൽ ആകെ കെട്ടിപ്പണിഞ്ഞ് എടുക്കുക. അവളതൊക്കെ ഒന്ന് ചീവി ഒതുക്കാൻ നോക്കുമായിരുന്നു. അപ്പോഴേതാ യുമിനിയുടെ അമ്മ വന്നിട്ട് ഇത് എൻ്റെ ചെരുപ്പാ, നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചു വാങ്ങി വെക്കുന്നു. അയ്യോ സോറി, എൻ്റെ ചെരുപ്പ് എവിടെയാണെന്നറിയോ, ഞാൻ എവിടെ വെച്ചത് മറന്നു എന്ന് പറയുമ്പോൾ നിന്റെ ചെരുപ്പോ, അതിന് നിനക്ക് എവിടുന്ന ചെരുപ്പ്, നിനക്ക് ചേപ്പും കോപ്പൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പം നീ മുടി ചീകി ഒതുക്കിയിട്ട് എന്ത് ചെയ്യാനാ, നിന്റെ മുഖം മാറാനൊന്നും പോണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര റൂഡായിട്ട് പറയാ. ഇത് ശരിക്കും യുമിനിയുടെ അമ്മ തന്നെ ആണോ എന്ന് തോന്നിപ്പോവും. അവൾക്കാകെ എന്തോ പോലെയാണ്. ശരി, എന്നാ പിന്നെ കൈ കൊണ്ടെങ്കിലും മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നെറ്റിയിലൊക്കെ പിമ്പിൾസും വന്നിരിക്കുന്നു. ഇനി എന്തായാലും ഇപ്പൊ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് പഴയ പോലെ തന്നെ മുടി വിരിച്ചിടുക. സീൻ അവിടെ കട്ട് ചെയ്താൽ നമുക്ക് യുമിനിയെ കാണിക്കുക, അതായത് അയൂമിയുടെ ശരീരത്തിലുള്ള യുമിനിയെ. അവൾ അയൂമിയുടെ റൂമിൽ ഇരുന്നിട്ട് വളരെ ശാന്തമായിട്ട് മുടിയൊക്കെ ചീവിരിക്കുക. പെട്ടെന്നുണ്ട് ആ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആകെ ഭ്രാന്തിയെ പോലെ ബിഹേവ് ചെയ്യുക. കാരണം കാകെ ഇപ്പൊ അവിടെ സത്യം മനസ്സിലാക്കിയല്ലോ. അവളുടെ മുഖം മാറി, ശരീരം മാറി, ശബ്ദം മാറി, എല്ലാം മാറി. എന്നിട്ടും അവനെങ്ങനെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം ദേഷ്യത്തിലിരിക്കായിരുന്നു അവള്. അതേ മൂഡിൽ ഇപ്പോൾ സ്കൂളിലേക്കും പോവാണ്. കാക കണ്ടുപിടിച്ചു, ഇനി ബാക്കി എല്ലാവരും കണ്ടുപിടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ പിറുപിറുത്തുകൊണ്ട് നടക്കുക. തല താഴ്ത്തി നഖമൊക്കെ കടിച്ചിട്ട് ശരിക്കുള്ള ആ യുമിനിയുടെ സ്വഭാവം ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ് അങ്ങനെ പുറത്തു വരായിരുന്നു. സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ കൊഷിര അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവള് ശ്രദ്ധിച്ചില്ലായിരുന്നു. സ്പീഡിൽ ഒരൊറ്റ നടത്തുവാണ്. അവൻ 2-3 വട്ടം അയൂമി എന്ന് വിളിക്കുമ്പോഴോ ഞാനല്ല അയൂമി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കൊഷീര അവളുടെ അടുത്ത് വന്ന് എനിക്ക് നിന്റെ അടുത്ത് ഒന്ന് തനിച്ച് സംസാരിക്കണം എന്ന് പറയാണ്. യുമിനി ആകെ പേടിക്കുകയാണ്. കാക ഇനി ഇവന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കാണുമോ എന്ന് വിചാരിച്ചു. അതിനുശേഷം അവൻ ആരുമില്ലാത്ത റൂമിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോവുക. അവൻ ഡോറടിച്ചിട്ട് ഒന്നുമില്ല, ഞാൻ വെറുതെ കുറച്ച് സമയം നിന്റെ കൂടെ ഒറ്റയ്ക്ക് ചെലവഴിക്കാന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അപ്പോഴാണ് ആൾക്ക് ആശ്വാസമായത്. നീ പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഇല്ല, ഞാനും ഇതിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നെന്ന് പറഞ്ഞ് യുമിനി പോയിട്ട് ഇപ്പൊ കൊഷുരയെ ഹഗ് ചെയ്യാണ്. ആ സീൻ അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് പുറത്ത് അയൂമി കാണിക്കാണ്. അവളിങ്ങനെ അങ്ങ് ഡള്ളായിട്ട് നടന്നു വരായിരുന്നു. അപ്പൊ ദേ അവളുടെ അടുത്തേക്ക് കാക വരുന്നു. അവനാണെങ്കിൽ അവളുടെ തലയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് നീ എന്താ ഇങ്ങനെ നടക്കുന്നത്, കുറച്ച് ഉഷാറാകുക, നിന്നെ വേണമെങ്കിൽ ഭൂതമായിട്ട് വെക്കാലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവന് കളിയാക്കുക. അപ്പൊ അവൾ അവന്റെ അടുത്ത് കാക എനിക്ക് പേടിയാവുന്നു, ഇനിയും കുറച്ച് നാൾ കൊടുക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇനി യുമിനിയുടെ ശരീരത്തിൽ തന്നെ പെട്ടുപോവോ, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരുമോ, എനിക്ക് പഴയ പോലെ ആകാൻ പറ്റില്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ അവൻ നീ ഇങ്ങനെ ഒരുപാട് ആലോചിച്ച് കൂട്ടല്ലേ, അങ്ങനൊന്നും ഉണ്ടാവില്ല, ശരി ഇപ്പൊ നീ ഇത് പിടിക്ക് എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്തുള്ള ഒരു സ്ലൈഡ് എടുത്ത് അവളുടെ തലയിൽ വെച്ചു കൊടുക്കുക. ഇതെന്റെ അനിയത്തിയുടെ, ഇപ്പൊ എങ്ങനെയുണ്ട് നോക്ക്, ഇപ്പോഴും എന്നിട്ട് മോൻ കാണാൻ ഒരു തെളിച്ചമൊക്കെ വന്നത്. അയോമിക്ക് സന്തോഷമാവാണ്. അവളവന്റെ അടുത്ത് കാക നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഉള്ളത് ശരിക്കും എന്റെ ഭാഗ്യമാണ് എന്ന് പറയാണ്. ഓ ജസ്റ്റ് ഫ്രണ്ടാ എന്ന് പറഞ്ഞിട്ട് കാക ചെറുതായിട്ടൊന്ന് ഫീൽ അടിക്കുകയാണ്. അവൻ അവളെ ഇഷ്ടമായിരുന്നല്ലോ. അതിനുശേഷം അവർ രണ്ടുപേരും ഇങ്ങനെ കളിച്ച് ചിരിച്ച് അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാം. ലോകം മൊത്തം നമുക്ക് എതിരാകുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായാൽ മതി നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ. അതേപോലെ ഇപ്പൊ അയൂമിയുടെ ലൈഫിൽ വിളിച്ചുമായിട്ട് വന്നതായിരുന്നു കാക. അടുത്ത സീനിൽ കാക അവളുടെ അടുത്ത് അല്ല ഇതൊക്കെ എങ്ങനെയാ നടന്നത്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പരസ്പരം സ്വിച്ച് ആയേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവള് എനിക്കും അറിഞ്ഞൂടാ, എല്ലാ യുമിനി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയില്ലേ, അപ്പൊ സംഭവിച്ചതാ, എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ബോഡിയിലേക്ക് തിരിച്ചു കയറിയാൽ മതിയായിരുന്നു എന്ന് പറയാണ്. യുമിനി എന്തായാലും ലക്കിയാണ് കേട്ടോ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആയില്ല എന്ന് വെച്ചാ അവളിപ്പോ തട്ടിപ്പോയേനെ അല്ലേ. കാക അത് പറഞ്ഞപ്പോഴാണ് ആ യുമിക്ക് കത്തുന്നത്. എനിക്കിപ്പോഴാ മനസ്സിലായത് ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് അല്ല, യുമിനിക്കെല്ലാം നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് അവൾ എന്നെ കോൾ ചെയ്തതും ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്ത് ചാടിയതും ഇവരീ പറയുന്നതെല്ലാം പുറത്തു നിന്നൊരു ലേഡി കാണുന്നുണ്ടായിരുന്നു. അവിടെ കട്ട് ചെയ്താ ഇപ്പൊ അയൂമിയെ കാണിക്കാണ്. അവള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കൊഷിയുടെ കൈയൊക്കെ കോർത്ത് പിടിച്ച് തോളിൽ തലവെച്ച് നടന്നു. അപ്പൊ അവളുടെ അടുത്തേക്ക് ആ റിറ്റ്സും മരിയ എന്ന് പറഞ്ഞ 2 ഫ്രണ്ട്സ് വരാണ്. അവര് ഇവളുടെ അടുത്ത് ഹേ അയൂമി നമുക്ക് മറ്റേ പരിപാടികളുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കണ്ടേ, നീ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. യുമിനി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുക. കാരണം കഴിഞ്ഞ ദിവസമുള്ള അയൂമിയുടെ പേരിൽ വലിയ കോലാഹലമൊക്കെ ഉണ്ടാക്കിയത് ഇവര് ഇവൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് അവസാനം നാണം കിട്ടും. അതൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കാൻ കഴിയുന്നേ. അവള് എൻ്റെ അടുത്ത് അല്ല നിങ്ങൾ എങ്ങനെ ഇന്നലെ നടന്നതൊക്കെ മറന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പഴയ പോലെ തന്നെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കണം. അപ്പൊ അവര് ചിരിച്ചിട്ട് അതിനിപ്പോ എന്താ, നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് നീ പറഞ്ഞല്ലോ, ആർക്കായാലും ഒരു തെറ്റൊക്കെ പറ്റില്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. ഓ ഞാനിപ്പോ അയൂമിയാണല്ലോ, യുമിനിയായിട്ടാണ് ഇപ്പൊ ഈ തെറ്റൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരിപ്പോ എൻ്റെ അടുത്ത് ക്ഷമിക്കുവോ എന്നവള് വിചാരിക്കുക. എന്നിട്ട് അവൾ അവരുടെ അടുത്ത് ഇത്തിരി റോഡായിട്ട് ഞാനൊന്നും വരുന്നില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോവുക. അയൂമി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരും ഇങ്ങനെ അമ്പരം നിൽക്കാം. അതിനുശേഷം ഇവള് കുഷീറിന്റെ അടുത്ത് നീ വേറെ പെൺകുട്ടികളടുത്തൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറയാം. അവനും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ നടന്നു വരുമ്പോ മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ യഥാർത്ഥ അയൂമി. അവളെ യുമിനിയുടെ അടുത്ത് എനിക്ക് നിന്റെ കുറച്ച് സംസാരിക്കണം എന്ന് പറയാണ്. സീൻ അവിടെ കട്ട് ചെയ്താ ഇപ്പൊ രണ്ടുപേരും കൂടി സ്കൂളിന്റെ ടെറസിൽ പോയിട്ട് നിന്ന് സംസാരിക്കാം. ഈ സമയം ഇവിടെ കൊഷിറോയും കാഗയുടെ അടുത്ത് ചെന്ന് അവരും എന്തൊക്കെ തനിച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാഗയെ വിളിച്ചോണ്ട് പോവാ. അയൂമി ഇവിടെ യുമിനിയുടെ അടുത്ത് എനിക്കെല്ലാം മനസ്സിലായി, നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ ചെയ്തത്, നീ വേണമെന്ന് വെച്ചല്ലേ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത്, നിനക്കറിയായിരുന്നു നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആകുന്നത് എന്ന് പറയാണ്.
എന്നാൽ യൂമിനി എനിക്കൊന്നും അറിഞ്ഞൂടാ, അതൊക്കെ എന്തോ കോയിൻസിഡൻസ് ആയിരുന്നു എന്ന് പറയാണ്. എന്നാൽ അവളുടെ മുഖത്ത് അവൾ അറിഞ്ഞോണ്ട് തന്നെ ചെയ്തതാന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂമി, നീ കള്ളം പറയാണെന്ന് എനിക്കറിയാം, നീ സത്യം സമ്മതിച്ച് നമ്മൾ രണ്ടുപേരും എങ്ങനെ പഴയ പോലെ ആക്കാന്ന് ഒന്ന് പറഞ്ഞതാ. ഞാനും കാകയും നിന്നെ കുറിച്ച് കൊഷിയുടെ അടുത്ത് ഒരു വാക്ക് പോലും പറയില്ല എന്ന് പറയാണ്. പക്ഷെ യുമിനി ആകട്ടെ, നിനക്ക് അത്രയ്ക്ക് കഷ്ടമുണ്ടെന്ന് വെച്ചാൽ നീ നേരെ പോയി കൊഷിയുടെ അടുത്ത് എല്ലാം പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. കാരണം എന്താണെന്നറിയോ, കൊഷിയൊക്കെ ഇതെല്ലാം നേരത്തെ തന്നെ അറിയാം, നീ അയൂമിയാണെന്നും ഞാൻ യൂമിനിയാണെന്നും. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നേരത്തെ കൊഷിരോ യുമിനിയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവൻ ചോദിക്കണ്ടേ, നിനക്ക് പേടിയുണ്ടോന്ന്. ഇവളാകട്ടെ വലിയ സ്നേഹം കാണിച്ചിട്ട് നീ എന്റെ കൂടെ ഉണ്ടാകുമ്പോ എനിക്ക് മറ്റൊന്നിനും പേടിയില്ല എന്ന് പറഞ്ഞ് ഇവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൻ എന്താന്നറിയാം അങ്ങനെ ചോദിച്ചത്, യഥാർത്ഥ അയ്യോമിക്ക് ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അവൻ അവളെ ഒന്ന് ടെസ്റ്റ് ചെയ്തതായിരുന്നു. അവളിങ്ങനെ അവനെ കെട്ടിപ്പിടിച്ചപ്പോ അവൻ അവളുടെ ചെവിയില്, നിനക്കൊരു കാര്യം അറിയോ, അയ്യോമിക്കുണ്ടല്ലോ ഇരുട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പേടിയാ. അപ്പൊ പിന്നെ എങ്ങനാ സത്യം പറയല്ലേ സെങ്കോ യുമിനി, നിങ്ങൾ തമ്മിൽ എപ്പോഴാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്. ഇവനത് പറഞ്ഞതും യുമിനി ആകെ നെട്ടാണ്. ഇപ്പൊ അയ്യൂമി അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്, അവൻ എന്താ നിന്റെ അടുത്ത് പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പോൾ അയ്യൂമി അടുത്ത് അവൻ പറഞ്ഞു, അയ്യൂമി യുമിനി ആയാലും യുമിനി അയ്യൂമി ആയാലും അവൻ ഒരു പ്രശ്നവും ഇല്ലാന്ന്, അവൻ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഓക്കെ ആണെന്നാ പറഞ്ഞത് എന്ന് പറയാണ്. അയ്യൂമിക്ക് അത് സഹിക്കാനായില്ല. അവൻ അങ്ങനെയൊന്നും പറയില്ല, നീ എന്തൊക്കെയാ പറയുന്നത്, എന്റെ കൊശീർ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നൊക്കെ പറയാണ്. ആണോ, നിനക്ക് അത്രയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നീ അവന്റെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് യുമിനി അവിടെ നിന്ന് പോകുന്നു. അവള് പറഞ്ഞ സത്യമായിരിക്കും വിചാരിച്ച് അയ്യോമി ആകെ വിഷമിക്കുകയാണ്. ഈ സമയം ഇവിടെ കൊഷിരോയും കാഗയുടെ അടുത്ത് ഇതേ കാര്യങ്ങൾ പറയാണ്. അതായത് അയ്യൂമിയും യുമിനിയും തമ്മിൽ ബോഡി സ്വിച്ച് ചെയ്ത വിഷയം അവൻ അറിയാമെന്നും, ഇതിപ്പോ അയ്യൂമിയുടെ ശരീരത്തിൽ യുമിനിയാണെങ്കിലും അവന് വലിയ കുഴപ്പമൊന്നുമില്ലെന്നും, കാരണം അയ്യൂമിയുടെ സൗന്ദര്യത്തെയാണ് അവൻ സ്നേഹിച്ചത്, അതിപ്പോ അയ്യൂമിയുടെ രൂപത്തിൽ യുമിനിയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്നും പറയാണ്. ഇത് കേട്ടതും കാഗയുടെ ടെമ്പർ തെറ്റിയാണ്. എടാ നീ എന്തൊക്കെയാ പറയുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ, അയ്യൂമി ഇപ്പൊ എത്രത്തോളം വിഷമത്തിലൂടെ കടന്നു പോകുന്നറിയോ, അവളുടെ ബോഡിയാണ് അവൾക്ക് നഷ്ടമായിരിക്കുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കാണ്. എന്നാൽ കൊഷീര ആണെങ്കിൽ, നിനക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ നീ അവിടെ പോയി സഹായിക്ക് എന്ന് പറയാണ്. അവനതും പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്ക്. കൊഷീരയുടെ ബിഹേവിയർ കണ്ടിട്ട് കായ്ക്ക് നല്ല വിഷമം തോന്നുകയാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്താ അടുത്ത സീനിൽ യുമിനി ഉണ്ടല്ലോ, അവൾ ആ റിറ്റ്സു മരിയ എന്ന് പറഞ്ഞ രണ്ട് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് വളരെ നല്ല കുട്ടിയെ പോലെ, സോറി ഞാൻ അപ്പോഴേ നിങ്ങളുടെ അടുത്ത് കുറച്ച് റൂഡായിട്ട് പെരുമാറിയില്ലേ, എൻ്റെ അടുത്ത് ക്ഷമിക്ക് എന്നൊക്കെ പറയാണ്. ഇവരും അയ്യമ്മയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിണങ്ങി പോകാൻ പറ്റല്ലോ, അപ്പൊ കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കാം. അപ്പോൾ അവിടെ അവരുടെ അടുത്ത് താങ്ക് യു പറഞ്ഞിട്ട്, നിങ്ങളുടെ അടുത്ത് എനിക്കൊരു ഫേവർ ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഇപ്പൊ അടുത്ത സീനിൽ അവർ യുമിനി പറഞ്ഞതനുസരിച്ചിട്ട് അയ്യൂമിയുടെ അടുത്ത് വന്നിരിക്കുക. അവർ രണ്ടുപേരും ചേർന്നിട്ട് അയ്യൂമിയുടെ അടുത്ത്, അതായത് ഇപ്പൊ യുമിനിയുടെ ശരീരത്തിലുള്ള അയ്യൂമിയുടെ അടുത്ത് സോറി പറയാണ്. ഞങ്ങൾ നിന്റെ അടുത്ത് ഒരുപാട് മോശമായിട്ടല്ലേ പെരുമാറിയത്, എന്നിട്ട് നേരെ സോറിയും പറഞ്ഞില്ല, ക്ഷമിക്ക് യുമിനി എന്ന് പറയാണ്. അയ്യമ്മയ്ക്കൊന്നും മനസ്സിലായില്ല ഇവരെന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് വന്ന് സോറി പറയുന്നതെന്ന്. പക്ഷെ അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് പഴയ പോലെ ഒന്ന് സംസാരിച്ചപ്പോൾ അവൾക്ക് നല്ല സന്തോഷമാകാണ്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം കേട്ടോ എന്ന് പറയുമ്പോൾ അയ്യൂമിക്ക് നല്ല സന്തോഷമാകാണ്. അങ്ങനെ അവര്, പിന്നെ ഇതുണ്ടല്ലോ, ഇത് നിനക്ക് അയ്യൂമി തരാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് യുമിനി കൊടുത്ത ഒരു ലെറ്റർ അവൾക്ക് കൊടുക്കുക. അതിലവള്, ഇന്ന് 4 മണിക്ക് മുമ്പ് നീ എന്നെ കണ്ടുപിടിക്കുകയാണെന്ന് വെച്ചാൽ എങ്ങനെ വീണ്ടും പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവണ്ടെന്നുള്ളത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്നായിരുന്നു എഴുതിയിട്ടുള്ളത്. സമയം നോക്കുമ്പോൾ ഇപ്പൊ തന്നെ 3:45. അയ്യൂമി അപ്പൊ തന്നെ അവൾ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് വേഗം അവിടെ തേടി പോവാണ്. എന്നാൽ എവിടെ നോക്കിയിട്ടും അവളെ കാണുന്നില്ല. എന്നാൽ അപ്പോഴാണ് അവൾ ക്ലാസ് റൂമിലുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. ഇവൾക്കാണ് ഈ ശരീരം വെച്ചിട്ട് ഓടാനും വയ്യ. എങ്ങനെയൊക്കെയോ ഓടിക്കതച്ച് ക്ലാസ് റൂമിന്റെ അവിടെ എത്തുമ്പോൾ അവൾ ദേ അതിനകത്തേക്ക് പോകുന്ന കാണാണ്. യുമിനിന്ന് വിളിച്ചിട്ട് വേഗം അവളുടെ പുറകെ പോവാണ്. നോക്കുമ്പോ ദേ അവന്റെ ക്ലാസ് റൂം ഉണ്ടല്ലോ, അതിപ്പോ ആ സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് സ്കേറി ഹൗസ് ആയിട്ട് സെറ്റ് ഇട്ടിരിക്കുക. ഉള്ളിൽ മൊത്തം ആകെ ഇരുട്ടാണ്. ഇവൾക്കാണെങ്കിൽ ഇരുട്ട് ഭയങ്കര പേടിയോല്ലേ. സമയം നോക്കുമ്പോൾ 3:57. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. തന്റെ ശരീരത്തെക്കാൾ വലുതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത ധൈര്യം സംഭരിച്ചിട്ട് അവൾ മെല്ലെ അകത്തേക്ക് കിടക്കാണ്. ഇതെല്ലാം പുറകിൽ നിന്ന് കൊഷിറോയും കാണുന്നുണ്ടായിരുന്നു. അകത്തിപ്പോ അയ്യൂമി നല്ല പേടിച്ച് യുമിനി ഇനി എവിടെയാ, പുറത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ മുന്നോട്ട് പോവാ. എന്നാൽ യുമിനി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ലൈറ്റുകളടക്കം ഓഫ് ചെയ്യാണ്. ഇപ്പൊ ഉള്ളു മൊത്തം ഫുൾ ഇരുട്ടായി. അവൾക്ക് എന്തോ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിരുന്നു തോന്നുന്നു. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിൽ അയ്യൂമി കുട്ടിയായിരുന്നപ്പോ എവിടെയോ ലോക്കായിട്ട് ആകെപ്പാടെ കരഞ്ഞ് നിലവിളിക്കുകയാണ്, കൊഷീറോ കൊഷീറോ എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവളെ ലാസ്റ്റ് ആരോ വന്ന് രക്ഷിക്കുന്നുണ്ട്. അത് ആരാണെന്ന് കാണിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ഇരുട്ടിലും പെട്ടിട്ട് അവൾ ആകെ പരിഭ്രാന്തിയാകുകയാണ്. ശ്വാസം മുട്ടാനൊക്കെ തുടങ്ങിയിട്ട് ആകെ വയ്യാതായിട്ട് നിലത്ത് കിടക്കാൻ തുടങ്ങി. കൊഷീറോ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ചെറുപ്പത്തിലെ പോലെ തന്നെ അവൾ കരയാൻ തുടങ്ങാണ്. അങ്ങനെ ആകെ തളർന്ന് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവിടുന്ന് കർട്ടൻ വലിക്കുന്നത്. ഉള്ളിലേക്ക് പ്രകാശം വന്നതോടെ അവൾക്ക് ആശ്വാസമാകാണ്. അത് കൊഷീറോ ആണെന്ന് കരുതി, കൊഷീറോ നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാ അത് കാകയായിരുന്നു. അവൻ ഓടി വന്ന്, അയ്യോ നീ ഓക്കെ അല്ലേ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതെല്ലാം ഇപ്പുറത്ത് നിന്ന് യുമിനി കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവൾക്ക് ശരിക്കും ഇരുട്ട് പേടിയാണല്ലേ. കൊഷീറോ നേരത്തെ പറഞ്ഞത് സത്യമായിരുന്നോ എന്ന് അവൾ ടെസ്റ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകാണ്. പിന്നീട് കാകയും അയ്യൂമിയും കൂടിയിട്ട് സ്കൂളിന്റെ ടെറസിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്.
ഇപ്പോഴൊന്ന് സമാധാനമായതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കാം. അവനവളുടെ അടുത്ത് നീ മടിച്ചു നിൽക്കണ്ടാട്ടാ, ഇനിയും വേണമെന്ന് വെച്ചാൽ പറഞ്ഞു ഞാൻ വാങ്ങിച്ചിട്ട് വരാ എന്ന് പറയാണ്. അപ്പോൾ അവളൊന്ന് ചിരിച്ചിട്ട് അല്ല കാക്ക നീ കൊഷിയുടെ അടുത്ത് സംസാരിച്ചു അല്ലേ എന്ന് പറയാണ്. കൊഷീർ എന്തൊക്കെയാ പറഞ്ഞെന്ന് വെച്ചാൽ അവൾക്ക് വിഷമമല്ലേ, അതുകൊണ്ട് അവൻ മിണ്ടാതെ നിൽക്കുമ്പോൾ എനിക്കറിയാം യുമിനി എൻ്റെ അടുത്തെല്ലാം പറഞ്ഞു എന്ന് പറയാണ്. അപ്പൊ കാക്ക ചെന്ന് അവളെ സമാധാനിപ്പിക്കുകയാണ്. നീ അതൊന്നും ആലോചിക്കേണ്ട, അതൊന്നും സത്യമാകില്ല എന്ന് പറയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്കോടെ കാണിക്കുന്നത്. കുറച്ചു നേരത്തെ കൊഷീറുമായിട്ട് പിണങ്ങിയിട്ട് അവൻ ക്ലാസ് റൂമിൽ ഇരുന്നല്ലോ, ആ സമയത്ത് കൊഷീരുടെ അടുത്ത് നിന്ന് അവനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നീ വേഗം ഗോസ്റ്റേഴ്സിലേക്ക് പോ, അവിടെ അയൂമി ഉണ്ടാവും, അവളെ കണ്ട ഉടനെ നീ ആ കർട്ടനുകളെല്ലാം ഒന്ന് മാറ്റണം എന്നായിരുന്നു അത്. അവളെ കുറിച്ച് അവൻ കെയർ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ കാക അവളുടെ അടുത്ത് കൊഷീറെ നമുക്കറിയാവുന്നതല്ലേ, അവൻ നല്ല പയ്യനല്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. കാക അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്കും ആശ്വാസവും ധൈര്യമൊക്കെ ആകുന്നത്. അല്ലെങ്കിലും അവൾ പറയുന്നത് കേട്ട് ഞാൻ എന്തിനാ കൊഷീറെ സംശയിച്ചത്, കൊഷീർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ എന്തായാലും അവനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഒരുപാട് സന്തോഷത്തില് കൊഷീറെ കാണാനായിട്ട് പോവാണ്. കൊഷീറോ ആർട്സ് റൂമിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ ഓടിക്കതച്ച് അവനെ കാണാനായിട്ട് പോവായിരുന്നു. എന്നാൽ അവിടെ കൊഷീറോടൊപ്പം യുമിനി ഉണ്ടായിരുന്നു. ആ യുമി അവിടെ എത്തുമ്പോൾ കാണുന്നത് കൊഷീറോയും യുമിനിയും കൂടി കിസ് ചെയ്യുന്നതായിരുന്നു. അതവൾക്ക് സഹിക്കാനായില്ല, ആകപ്പാടെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഓടുകയാണ്. ഇടയ്ക്ക് വെച്ച് കാകയും തട്ടി വീഴുന്നു. ഇവിടെ കരഞ്ഞുകൊണ്ട് ഓടുന്നത് കണ്ട് കാകയും പുറകെ പോവാണ്. ഇതെല്ലാം മുകളിൽ നിന്ന് കൊഷീറോയും യുമിനിയും കാണുന്നുണ്ടായിരുന്നു. കൊഷീറോ യുമിനിക്കൊപ്പം പെട്ടെന്ന് എത്ര അടുത്തതിന്റെ കാരണം അപ്പോഴാണ് കാണിക്കുന്നത്. രാവിലെ ആ റൂമിൽ വെച്ചിട്ട് യുമിനിയുടെ അടുത്ത് നീ അയ്യുമേല യുമിനിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം എന്താ സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴാണ് കാണിക്കുന്നത്. യുമിനി ഉണ്ടല്ലോ കൊഷീറോട് കാലിൽ വീണ് കരയാ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അയ്യോമിയായിട്ട് മാറിയത്, ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം കൊണ്ട് നിന്റെ ഗേൾ ഫ്രണ്ട് ആയത്, പ്ലീസ് എന്നെ വിട്ടിട്ട് പോകരുത്, നിനക്ക് എങ്ങനെ ആകണമെന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ ആകാൻ കംപ്ലീറ്റ് ആയിട്ട് അയ്യോമിയായി മാറാ എന്നൊക്കെ പറയാണ്. അപ്പൊ അവൻ അത് കുഴപ്പമില്ല, നീ അയ്യോമി ആയിരിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. യുമിനിക്കൊന്നും മനസ്സിലായില്ല സംഭവം. കൊഷീറോയ്ക്ക് കാഗയുടെ അടുത്ത് എപ്പോഴും ദേഷ്യമായിരുന്നു അത്രേ. ക്ലാസ്സിൽ പഠിത്തത്തിലും സ്പോർട്സിലും എല്ലാത്തിലും നമ്പർ 1 കൊഷീറോ ആണ്. എന്നാൽ എല്ലാവർക്കും കാഗയെ മതി. അതുകൊണ്ട് കാഗയുടെ അടുത്ത് എപ്പോഴും അവനൊരു അസൂയ ഉണ്ടായിരുന്നു. അവന്റെ ഉള്ളില് എപ്പോഴും അവൻ കാഗയാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു, ഇവളിപ്പോ അയൂമി ആകണമെന്ന് ആഗ്രഹിച്ച പോലെ. അതുകൊണ്ടാണ് അവൻ കാഗയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവന്റെ ലൈഫിൽ നിന്ന് അകറ്റാൻ നോക്കിയത്, അതായത് അയൂമി. അല്ലാതെ അയൂമിയുടെ അടുത്ത് പ്രത്യേകിച്ച് എനിക്ക് ഫീലിങ്സ് ഒന്നുമില്ല. കായ്ക്ക് ഒരു പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയത് എന്ന് പറയാണ്. എന്നിട്ട് കൊഷീറോ അവളുടെ അടുത്ത് നീ എനിക്കൊരു സഹായം ചെയ്യണം, നീ എങ്ങനെയാണോ ഈ ബോഡി സ്വിച്ച് ചെയ്തത് അതെനിക്ക് പറഞ്ഞു തരണം, എനിക്കും കാഗയായിട്ട് മാറണം എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് യുമിനി ഇപ്പൊ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. കൊഷീറയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. പക്ഷെ കൊഷീറ ആവശ്യപ്പെട്ട കാര്യം അത് അവൾ ഓക്കെ ആയിരുന്നില്ല. അവൾ അവന്റെ അടുത്ത് അതങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല, പക്ഷെ നീ എന്റെ കൂടെ ഡേറ്റിങ്ങിന് വരും, എന്നെ ഗേൾഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയാണ്. കൊഷീറ ഒന്നും നോക്കാതെ അതിനിപ്പോ എന്താ ഓക്കെയാണ് എന്ന് പറയുന്നു. സോ അതുകൊണ്ടാണിപ്പോ അവൾ യുവിനിയാണെന്ന് അറിഞ്ഞിട്ടും അവൻ അവളുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ അവളുടെ മനസ്സിൽ വേറെ ഒന്നായിരുന്നു. ഞാൻ എന്തായാലും ഇവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കാൻ പോണില്ല, കാരണം കൊഷീറോ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം എന്ന് വിചാരിക്കുകയാണ്. ഇന്നേരം ഇപ്പുറത്ത് അയൂമി കരഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കെ എന്നെക്കൊണ്ട് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാക പുറകെ ഓടിച്ചെന്ന് അവളെ പിടിച്ച് നിർത്തുകയാണ്. അയൂമിയാണെങ്കിൽ ഒരേ കരച്ചില്. കാക വേഗം അവളെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുകയും നീ പേടിക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്കറിയില്ലേ, ഞാൻ നിന്റെ ബോഡി എങ്ങനെയെങ്കിലും നിനക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുകയും ചെയ്യാണ്. അങ്ങനെ അവിടെ കട്ട് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത സീനിൽ കാക അയൂമിയും വിളിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കാനും. കാക അവളുടെ അടുത്ത് നിനക്കറിയോ ഫുഡാണ് എല്ലാത്തിൻ്റെയും പരിഹാരം, എന്തെങ്കിലും ഓവർ തിങ്കിങ് ഉണ്ടോ, വലിയ പ്രശ്നങ്ങളുണ്ടോ, ഫുഡ് കഴിച്ചാൽ മതി, ഒക്കെ ശരിയാകും എന്ന് പറയാണ്. അയ്യോമിയും അന്ന് നടന്നതൊക്കെ ഒന്ന് മറന്നിട്ട് കുറച്ച് ചിരിച്ച് കളിച്ച് കാക്കയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാണ്. ഈ സമയത്ത് കാക്ക അവളുടെ അടുത്ത് ഒന്ന് മേലെ ആലോചിച്ച് അയ്യോമി നീ എൻ്റെ കൂടെ ഔട്ടിങ്ങിന് വരുമോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഡേറ്റിങ്ങിന് വരുമോ എന്ന് ഒഫീഷ്യലായിട്ട് ചോദിക്കുകയാണ്. എന്നാൽ അവൾക്കത് കലങ്ങില്ല തോന്നുന്നു. പിന്നെന്താ, നീ വിളിച്ച എവിടേക്ക് വേണമെങ്കിലും വരാലോ, നമുക്ക് അടുത്ത തവണ മറ്റേ റെസ്റ്റോറൻ്റ് ഇല്ല അവിടേക്ക് പോകാം, അവിടെ നല്ല ഫുഡാണെന്ന് കേട്ട് എന്ന് പറയണം. എന്ത് ഫുഡാ ഈ പെണ്ണ്, ഏത് നേരം തീറ്റാന്നുള്ള ചിന്തയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കവിളി പിടിച്ച് വലിക്കുക. അന്നേരം കൊഷീറോ ആണെങ്കിൽ മറുഭാഗത്ത് യുമിനിനെയും കൂട്ടിയിട്ട് ഒരു നൈറ്റ് ഡേറ്റിനൊക്കെ പോവാണ്. അവൾക്ക് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് രാത്രി ഒരു നദിയുടെ തീരത്തൊക്കെ കൊണ്ടുപോയിട്ട് നല്ലൊരു നൈറ്റ് വ്യൂ ഒക്കെ കാണിച്ചു കൊടുക്കാണ്. ഇപ്പോഴത്തെ അയൂമിയാണെങ്കിൽ വീട്ടിലെത്തിയിട്ടും നടന്നതെല്ലാം ആലോചിച്ച് വീണ്ടും വിഷമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അന്നേരം അവൾക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരുന്നു. മുമ്പ് ഇതുപോലെ യുമിനിയുടെ അടുത്ത് നിന്ന് കോള് വരിക, അതിന് ശേഷമാണല്ലോ അവളുടെ ലൈഫ് ഇങ്ങനെ ആകെ തകിടം മറിഞ്ഞത്. അപ്പൊ അവളൊന്ന് പേടിച്ചിട്ടായിരുന്നു കോൾ എടുത്തത്. മറുഭാഗത്ത് ഒരു ലേഡി ആയിരുന്നു. അവരിവളുടെ അടുത്ത് നീ ഒരാളുമായിട്ട് ബോഡി സ്വിച്ച് ചെയ്തു അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അയൂമി ആകെ നെറ്റുകയാണ്. ഈ സീനോട് കൂടിയിട്ടാണ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്. അപ്പൊ ഇവരെ കൂടാതെ വേറെ ആർക്കോ കൂടി ഈ രഹസ്യങ്ങളൊക്കെ അറിയാം. ആരായിരിക്കും ആ സ്ട്രേഞ്ചർ? അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.